ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഫിഷ് മാർക്കറ്റ്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. 10 എന്നുള്ളത് 20 വരാണ്ട് കേട്ടോ, മക്കളുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് കൂടെ നടക്കാൻ നല്ല രസമാണ്. രണ്ട് സൈഡിൽ കൂടെ മരങ്ങളും പൂക്കളും തണലൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ റോഡ് അങ്ങനെ ക്രോസ് ചെയ്ത് കിടന്നാൽ ഫിഷ് മാർക്കറ്റ് എത്തി. അങ്ങോട്ട് പോകുമ്പോൾ ആടിപ്പാടിയിട്ടൊക്കെ പോരെ, പക്ഷേ തിരിച്ചു വരുമ്പോൾ ഈ എനർജിയൊന്നും ആർക്കും ഉണ്ടാവാറില്ല. നട്ടുച്ചയ്ക്ക് നട്ടാപ്പുറം വെയിലത്ത് സാധനങ്ങളായിട്ട് വരാൻ എന്ത് രസം ഉണ്ടാവുമല്ലേ. ക്ലൈമറ്റ് തണുപ്പാണ് കേട്ടോ, എന്നാലും വെയിൽ തെറിക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവാറുണ്ട്. ഈ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, അതല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് അധികം വരുന്നത് ക്ലൈമറ്റ് തണുപ്പാകുമ്പോൾ മാത്രമാണ്. ചൂടുള്ള സമയത്ത് കുട്ടികളായിട്ട് ഇങ്ങോട്ട് നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതല്ലാത്തതായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. എന്തായാലും വന്നാൽ 1-2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗെയിം കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്. പക്ഷേ പേ ചെയ്യണേ. അതല്ലാണ്ട് ഇവിടെ ഷോപ്പുകളുണ്ട്. കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ, ലാമ്പുകൾ, കിച്ചൺ പ്ലേറ്റുകൾ, കപ്പുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്ന എല്ലാം ഒരു അറബിക് ടച്ച് വരുന്ന മോഡലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതല്ലാണ്ട് ഫുഡിൻ്റേതായിട്ടും ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെ ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനീ പോകുന്നത് ലുലുവിൻ്റെ ഉള്ളിലേക്കാണ്. ലുലുവിലേക്ക് ഞാൻ അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ ലുലുവിൻ്റേതായിട്ടുള്ള ഒരു അരിയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് വേവുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ അരി മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ലുലുവിൻ്റെ ഫ്രണ്ടിലും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരമൊക്കെ അതിലിരുന്ന് കളിക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ചെല്ലങ്കൂട്ടിൽ കൂടി കളിക്കണ ക്രാബുകളേനെയും ഫിഷിനെയൊക്കെ കാണാം കേട്ടോ. ഒരുപാട് തരം ഫിഷുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈവായിട്ട് അധികം കാണാത്തത് കൊണ്ട് തന്നെ കുറേ നേരം അതിനൊക്കെ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ ക്രാബുകൾ, ഒരുപാട് ക്രാബുകളുണ്ട് കേട്ടോ. വലുതും ചെറുതുമായിട്ടുള്ള വെറൈറ്റി ക്രാബുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം കേട്ടോ. പിന്നെ അക്വേറിയത്തിലിടുന്ന ഫിഷുകളുണ്ട് കേട്ടോ, കളർ ഫിഷുകൾ. ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ നിന്നാണ് കേട്ടോ അക്വേറിയത്തിൽ കൊണ്ടിട്ടിട്ടുള്ള ഫിഷിനൊക്കെ മേടിച്ചിട്ട് ഓരോ തവണ ഫിഷ് മേടിക്കാൻ വരുമ്പോൾ ഞങ്ങളിവിടെ കയറാറുണ്ട്. വെറൈറ്റി ഫിഷുകൾ വല്ലതും വന്നിരിക്കണോ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ ഫിഷുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. ഇവിടെ ഉള്ളവർ മലയാളികൾ തന്നെയാണ്. പിന്നെ ഒരുപാട് പാമ്പ് പോലത്തെ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ലോബ്സ്റ്ററുകളുണ്ട്. ഒക്കെ കൂട്ടം കൂട്ടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഞണ്ടുകളായാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാണ്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഓക്കെ. പിന്നെ അതല്ലാണ്ടും പുറത്ത് കുറച്ച് ക്രാബിനെയും ലോബ്സ്റ്ററേനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് സെക്ഷനുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഏത് കൂടെ നടന്നിട്ട് നോക്കി മേടിക്കാം കേട്ടോ. ഇവിടെ അതാ ഒരു ഷാർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ മോൾ അതിനെ കണ്ടിട്ട് അതാ കിടക്കുന്ന ഷാർക്ക് എന്നും പറഞ്ഞിട്ട് നോക്കി നിന്നു. ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങിക്കൽ കഴിഞ്ഞ് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്ത് തരും. പക്ഷേ 10 ദിർഹംസ് കൊടുക്കണം. ഞങ്ങളധികം ചെയ്യാറില്ല, ചെറിയ ഫിഷുകളാണ് കേട്ടോ അധികം വാങ്ങിക്കാറ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫിഷ് മേടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. കുറച്ച് നേരം ഇവിടെയൊക്കെ വന്ന് നോക്കി നിന്ന് മൈൻഡൊക്കെ റിലാക്സാക്കി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഇവിടെ മീൻപിടുത്തത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ തോന്നാറുണ്ട്. വേറെ ബോട്ടിങ്ങൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും കിടക്കുന്നുണ്ട് ബോട്ടുകളൊക്കെ. അപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അതാ ഒരു ജെല്ലി ഫിഷിനെ കണ്ടു കേട്ടോ. അപ്പോൾ മോളാണ് കേട്ടോ ആദ്യം കണ്ടത്. എന്നിട്ട് എന്നോട് പറഞ്ഞു അതാ അമ്മ ജെല്ലി ഫിഷ് എന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ പറയാമെന്നാണ്. പക്ഷേ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടല്ലാണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ താളത്തിൽ കൂടെ അതിങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ടൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആ ദൂരെ നിന്ന് വന്ന ബോട്ട് അടുത്തേക്ക് എത്താനായേ. അപ്പോൾ കുറച്ച് നേരം അതിനൊക്കെ നോക്കിയിരുന്നു. ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ സാധാരണ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ഇരുന്ന് കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ജലദോഷമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഐസ്ക്രീമൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ ഏട്ടൻ പറയാൻ തുടങ്ങി, വാ നമുക്ക് പോകാൻ, നേരം വഴിക്ക് സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് എത്തണ്ടേന്നൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ.